ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. അവർ നരകത്തിലെറിയപ്പെട്ടാൽ അതിൽ നിന്നവർ ഒരു ഗർജനം കേൾക്കുന്നതാണ്. അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. നരകത്തീയിലേക്ക് ആളുകളെ കൂട്ടം കൂട്ടമായി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഇവിടെ വിവരിക്കുന്നത്. അത്ര വലിയ കൂട്ടങ്ങളെയെല്ലാം ഒരുമിച്ച് അതിലേക്ക് എറിയപ്പെടും. അപ്പോൾ അവിടെ നിന്നൊരു ഭയാനകമായ ശബ്ദം കേൾക്കും. അതിനെ ഷഹീഖ് എന്ന് വിളിക്കപ്പെടുന്നു. അത് കഴുതയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ പോലെയാണ്. കഴുതയുടെ കരച്ചിൽ നെഞ്ചിൻ്റെ ആഴത്തിൽ നിന്ന് പൊട്ടി വരുന്ന ഒരു നിലവിളിയല്ലേ? അതുപോലെ തന്നെയാണ് ജഹന്നത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദവും. പിന്നെ ഈ ആയത്തിൽ തഫൂർ എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം പൊട്ടിത്തെറിക്കുക, പൊങ്ങി ഉയർന്നു വരിക എന്നൊക്കെയാണ്. എന്തെങ്കിലും ഒരു വസ്തു വെള്ളത്തിലേക്ക് വീഴുമ്പോൾ വെള്ളം ചിതറിത്തെറിക്കുന്നത് പോലെ അതിലും ശക്തിയായി തീജ്വാലകൾ പൊട്ടിത്തെറിക്കുകയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അഗ്നി കോപത്തോടെ പൊട്ടിത്തെറിക്കുന്നു. അതിനും ഒരു ജീവനുണ്ടെന്ന് തോന്നുന്നത് പോലെ അത് സംസാരിക്കുന്നു, കോപിക്കുന്നു. ഓരോ തവണയും ഒരു വലിയ കൂട്ടം ആളുകളെ എറിഞ്ഞു കൊടുക്കുമ്പോൾ നരകം ഉച്ചത്തിൽ പ്രതികരിക്കും. ഇവരെന്തിനാണ് വന്നത് എന്ന പോലെ കോപത്തോടെ പൊട്ടിത്തെറിക്കും. അവരെല്ലാം ഫൗജ്, കൂട്ടം എന്ന് മാത്രമേ വിളിക്കപ്പെടുകയുള്ളൂ. അവരുടെ പേരോ സ്ഥാനമോ സ്ഥലമോ ഒന്നും ഇനി ബാക്കിയാവില്ല. മനുഷ്യന്റെ അഭിമാനവും തിരിച്ചറിവും മുഴുവൻ ഇല്ലാതാകും. വലിയ കൂട്ടം, എന്നാൽ വിലയില്ലാത്ത കൂട്ടം. സത്യനിഷേധികൾക്കും അവിശ്വാസികൾക്കുമുള്ള വലിയൊരു മുന്നറിയിപ്പാണിത്. അള്ളാഹു നമ്മെ ഏവരെയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ.